guys, welcome back to our YouTube channel. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയെ പറ്റി ഒന്ന് സംസാരിക്കാം കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഒരു 3-4 വീഡിയോ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പ്രഗ്നൻസിയെ പറ്റിയും മോട്ടിലിറ്റിയെ പറ്റിയും ബ്യൂട്ടിയെ പറ്റിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് പ്രകാരം ഇട്ട വീഡിയോ ആണ്. കമൻറ്റ് ഇട്ട ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണുക. എൻ്റെ വീഡിയോയിൽ ഞാൻ ആവശ്യത്തിന് ഉള്ള ഇൻഫർമേഷൻസ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. അധികം മെഡിക്കൽ ടേംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേണ്ടാത്ത അനാവശ്യ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങൾ ആരുടെയും തലയൊന്നും ഞാൻ പുണ്ണാക്കാറില്ല ആ വീഡിയോയിലൊന്നും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. സോ നിങ്ങൾക്ക് നല്ല നല്ല ഇൻഫർമേഷൻസും ഫണ്ണി ആയിട്ടുള്ള എൻ്റർടൈനിങ് വീഡിയോസും പുതിയ പുതിയ പാട്ടുകളും ഡാൻസ് കവേഴ്സും പിന്നെ കോമഡി സ്കിറ്റുകളും ഒക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡെലിവറി ബാഗ് പാക്കിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടല്ലോ, ഡോക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ, അവരും ഇവരും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാനിവിടെ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എങ്ങനെ പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ എന്തെല്ലാം സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ചായപ്പൊടി, പഞ്ചസാര, ഇൻഡക്ഷൻ, ചിലർ സ്റ്റൗ വരെ എടുത്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രഗ്നൻസി നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ കുഞ്ഞിനെ ഡെലിവറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം മതി. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നൊന്നും പറഞ്ഞുതരാൻ ആരുമില്ലായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടേത് ലവ് മാരേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ കുറേ വീട്ടുകാരുടെയൊക്കെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വീട്ടുകാരൊന്നും സഹകരണമൊന്നുമല്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പോകെ 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 സംസാരിക്കാം. ഇപ്പം ഒന്നും പറയാൻ പറ്റുന്ന നേരവും കാലമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇതുപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് എനിക്കറിയാവുന്ന ചേട്ടനറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചാണ് അത്യാവശ്യം ആഷ് ബുഷ് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് ഇതെനിക്ക് കൊണ്ടുപോയത് ഡെലിവറിക്ക് കൊണ്ട്. പക്ഷേ അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വേണമെന്ന അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ ഡെലിവറിക്ക് പോകുമ്പോൾ എന്തിനാണ് അനാവശ്യമായിട്ട് പൈസ കുറേ വേസ്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമുക്ക് ഡെലിവറി എന്ന് പറയുന്നതേ എക്സ്പെൻസീവാണ് അല്ലേ. ഇതുപോലെയുള്ള മുതലുകളെയൊക്കെ നല്ല എക്സ്പെൻസ് കൊടുത്താണ് നമ്മളിങ്ങനെ ഡെലിവറി ചാർജ് കൊടുത്താണ് നമ്മളിങ്ങനെ എടുക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ നമ്മൾ മാക്സിമം എക്കണോമിക്കായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ ഫണ്ട് കയ്യിലിരിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞ് എല്ലാ വീഡിയോയിലുള്ള കണക്ക് തന്നെ ഇന്നും കാണിച്ച് ആ വീഡിയോ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കിടന്ന് ബഹളം കാണിച്ച് ചേട്ടൻ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോയി ടീച്ചറാ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് മൈക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അനാവശ്യമായിട്ടൊന്നും പറഞ്ഞത് സമയം കളയുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പവും വീതിയൊക്കെയുള്ള 1-2 വലിയ ബാഗുകൾ, നല്ല ക്ലീൻ ആയിട്ടുള്ള 2 ബാഗുകൾ മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മേടിക്കുക. ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വയ്ക്കുക. 2 ബാഗിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. കാര്യം ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല തത്തിയായിട്ട് പല കവറുകളിലായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് വൈഫും മാത്രമാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോകുന്ന അത്രയും സുഖമൊന്നും കാണത്തില്ല, വലിയ പാടായിരിക്കും. കാര്യം അമ്മയും കുഞ്ഞിനെയും സേഫായിട്ട് വീട്ടിലോട്ട് എത്തിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ അമ്മയെ കെയർ ചെയ്യണം, കുഞ്ഞിനെ കെയർ ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സാധനങ്ങളൊക്കെ മൊത്തം ആകെ ഒരു പ്രാന്തായിപ്പോവും. പിന്നെ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ ആദ്യമേ തന്നെ അറിഞ്ഞു വച്ചിരിക്കുക. അവിടെ ക്യാൻറ്റീൻ സൗകര്യം ഉണ്ടോ, ക്യാൻറ്റീൻ സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാത്രമൊന്നും അഡീഷണൽ കരുതണ്ടല്ലോ. അതായത് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് റൂമിൽ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം നിങ്ങൾക്ക് കരുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെയാണ് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാത്രമൊക്കെ കരുതി വെച്ചേക്കണം. അപ്പോൾ അത് നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി അനുസരിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ റൂമിൻ്റെ കാര്യം, നിങ്ങൾക്ക് റൂം
നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണോ എന്നുള്ളതൊക്കെ തിരക്കി വെച്ചേക്കുക. അപ്പോൾ അതനുസരിച്ചുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾ ചെയ്യുക. ഇനി നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗിൽ ഫസ്റ്റ് കരുതേണ്ട ഐറ്റം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫയലാണ്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് ടൈം തൊട്ടുള്ള എല്ലാ സ്കാനിങ് പേപ്പേഴ്സ്, റിപ്പോർട്ടുകൾ, കാര്യങ്ങളൊക്കെ എടുത്ത് വച്ചിരിക്കുക. ബ്ലഡ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് വച്ചിരിക്കുക. ഇതെല്ലാം ഫയലിലാക്കി വെച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ ATM കാർഡ്, പേഴ്സ്, ആധാർ കാർഡ്, ഹെൽത്ത് കാർഡ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കാർഡ് കരുതി വെച്ചേക്കുക. കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയൊക്കെ ID കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡോ അല്ലെങ്കിൽ വാർഡ് നമ്പറോ ഒക്കെ കരുതി വച്ചിരിക്കുക. പിന്നെ മൊബൈൽ ചാർജറും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്ന ടൈമിലായിട്ട് എടുത്ത് വച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ, ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ഫണ്ടൊക്കെ ആവും. അപ്പോൾ ആ എമൗണ്ടിന് പുറമേ അത്യാവശ്യം ബൾക്ക് എമൗണ്ട് നിങ്ങൾ എക്സ്ട്രാ ഫണ്ടും കൂടി കരുതി വച്ചേക്കുക. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെക്കപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ഫണ്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ റൂമിന് എക്സ്ട്രാ ചാർജ് ആവും, ചിലപ്പോൾ 2 ദിവസം കൂടി അഡീഷണൽ നിൽക്കേണ്ടി വരും. മേ ബി ബേബിയൊക്കെ NICയിലൊക്കെ കിടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ദിവസമൊക്കെ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. NICൻ്റെ ഫണ്ട് ചാർജ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ എക്സ്ട്രാ ഫണ്ട് കരുതിയൊക്കെ ഇതൊന്നും ആരും ഒരു വീഡിയോയിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻഫർമേഷൻസൊക്കെ അറിഞ്ഞു വച്ചിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ എക്കണോമിക്കലി പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് അമ്മയ്ക്ക് വേണ്ടുന്ന നൈറ്റിയാണ്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റി, ഫുൾ ഓപ്പൺ നൈറ്റി, ഈ 2 എണ്ണം വെച്ച് മൊത്തം ഒരു 4 എണ്ണം കരുതി വെച്ചേക്കുക. നോർമൽ ഡെലിവറി ആണെങ്കിലും ശരി, C-സെക്ഷൻ ആണെങ്കിലും ശരി, ഫുൾ ഓപ്പൺ നൈറ്റി മസ്റ്റാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സിബ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്ത് വച്ചേക്കുക. ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പുതിയത് 2 എണ്ണം പർച്ചേസ് ചെയ്യുക. കുഞ്ഞിന് ഫീഡ് ചെയ്യാനൊക്കെ ഫ്രണ്ട് സിബ് ഓപ്പൺ നൈറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കംഫർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 4 എണ്ണത്തിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ ഫീഡിങ് ബ്രാ ഒരു 4 5 ഒക്കെ കരുതി വച്ചേക്കുക. നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ചിലർക്ക് ഒരു പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാ ബ്രായാണെന്നുണ്ടെങ്കിൽ നമ്മളത് പൊക്കി എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആ ഒരു ലോക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അങ്ങനത്തത് ഒരു 4 5 ഒക്കെ കഴുകി വെച്ചേക്കുക. ബ്രസ്റ്റ് പാഡ്, ബ്രാ മേടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബ്രസ്റ്റ് പാഡ് മസ്റ്റായിട്ട് മേടിക്കുക. നിങ്ങൾക്ക് ആദ്യം ആയിട്ട് ബേബി സക്ക് ചെയ്ത് കഴിയുമ്പോൾ ബേബി ചിലപ്പോൾ ഉറങ്ങുന്ന ടൈമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടൈമിലൊക്കെ ഇത് എക്സ്ട്രാ ചിലപ്പോൾ നമുക്ക് പാലൊക്കെ പുറത്തോട്ട് പോകാനായിട്ട് ഡ്രസ്സിലൊക്കെ പറ്റി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രസ്റ്റ് പാഡൊക്കെ മേടിച്ച് വച്ചിരുന്നാൽ അതിലോട്ട് ഇത് അബ്സോർബ് ചെയ്തെടുത്തോളും. അതുപോലെ തന്നെ ബ്രസ്റ്റ് പാഡ് റീയൂസബിളും ഉണ്ട്, ഡിസ്പോസിബിളും ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ഡിസ്പോസിബിൾ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ റീയൂസബിൾ മേടിച്ചാൽ വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് മേടിച്ച് വയ്ക്കുക. പിന്നെ അണ്ടർസ്കേർട്ട് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ C-സെക്ഷൻ ആണെങ്കിൽ അണ്ടർസ്കേർട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നോർമൽ ഡെലിവറി ആണെങ്കിലും നമുക്ക് കുഞ്ഞൊക്കെ അണ്ടർസ്കേർട്ട് ഇടാനും എടുക്കാനൊക്കെ വലിയ പാടായിരിക്കും. സോ അത് ഓപ്ഷണലാണ്. പിന്നെ പാൻറ്റീസ് കോട്ടൺ പാൻറ്റീസ് പുതിയത് തന്നെ മേടിക്കുക. അതൊരു 5 6 എണ്ണമൊക്കെ വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയത് മടക്കിയൊക്കെ വെച്ചേക്കുക. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പാൻറ്റീസും ഒരു 10 12 എണ്ണമുള്ള ഡിസ്പോസിബിൾ പാൻറ്റീസൊക്കെ ഒരു പാക്കറ്റ് കരുതി വെച്ചേക്കുക. കാര്യം നിങ്ങൾക്ക് ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പാൻറ്റീസ് കഴുകാനായിട്ട് പറ്റുക. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ മുകളിലിട്ട് ഉണക്കുക. അപ്പോൾ ഡിസ്പോസിബിൾ പാൻറ്റീസൊക്കെ കരുതി വച്ചേക്കുക. അതുപോലെ തന്നെയാണ് ഡിസ്പോസിബിൾ കോട്ടൺ ടവൽസ് കിട്ടും. അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്പോസിബിൾ ടവൽസ് മേടിക്കുക. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ യൂറിൻ പാസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി വയ്ക്കാനായിട്ട് കോട്ടൺ ടവൽ വല്ലതും ഉണ്ടെങ്കിൽ ഹെൽപ്പായിരിക്കും. അപ്പോൾ നമ്മൾ സാധാ തുണിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ബ്ലീഡിങ് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്പോസിബിൾ ടവൽസ് മേടിക്കാൻ പറഞ്ഞത്. അത് അത്യാവശ്യം ലാർജ് ഷീറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതൊരു 5 6 ഒക്കെ ആയിട്ട് ഒന്ന് കീറിയൊക്കെ വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈമിൽ അത് ഭയങ്കര ഹെൽപ്പായിരിക്കും. അപ്പോൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതെടുത്ത് വച്ചിരിക്കുക.
അതുപോലെ തന്നെ നിങ്ങളുടെയും ബേബിയുടെയും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആ ഒരു അത്രയും ദിവസം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബിക്ക് വേണ്ട ബേബി സോപ്പിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അത് കണക്ക് തന്നെ നിങ്ങളുടെ ഡ്രസ്സ് കഴുകാൻ എന്തെങ്കിലും ഡിറ്റർജൻറ്റോ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ചെടുത്ത് എന്തെങ്കിലും കുപ്പിയിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുളിക്കാനുള്ള സോപ്പ്, ബ്രഷ്, ടങ് ക്ലീനർ, പേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഓയില്, ഹെയർ ഓയില്, പിന്നെ ഷാംപൂ, കണ്ടീഷണറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. ചിലരുടെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മോയ്സ്ചറൈസർ, ലിപ് ബാം, പിന്നെ ഫുൾ ബോഡി മസാജിങ് ക്രീമുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഓപ്ഷണലാണ്. ലിപ് ബാം വേണമെങ്കിൽ, അതായത് വാസ്ലിൻ പോലെയുള്ള എന്തെങ്കിലും ഒരു ലിപ് ബാം നിങ്ങൾക്ക് കരുതിയേക്കാം. മേ ബി ചിലർക്ക് ചുണ്ടൊക്കെ ഓവറായിട്ട് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്ത് വച്ചേക്കുക. പിന്നെ നമുക്ക് ഡെലിവറി ടൈമിലൊക്കെ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പെയിനൊക്കെ എടുത്തിട്ട് ആകെ മൊത്തം ബുദ്ധിമുട്ടായിരിക്കും. ആ ടൈമിലൊന്നും അതൊന്നും നമുക്ക് ഇടാൻ പോലും പറ്റത്തില്ല. നമുക്ക് ആ ഒരു കണ്ടീഷൻ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷണൽ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അതൊക്കെ എടുത്ത് വെച്ചാൽ മതി. പിന്നെ മസ്റ്റായിട്ട് 2 ഹെയർ ബാൻഡ് എടുത്ത് വെച്ചിരിക്കുക. പ്രസവത്തിന് കയറ്റുന്ന ടൈമിൽ 2 ഹെയർ 2 ഭാഗത്തും പിന്നെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും കയറ്റുന്നത്. അപ്പോൾ ഹെയർ ബാൻഡ് അവർ ചോദിക്കുക. അപ്പോൾ 2 ഹെയർ ബാൻഡ് എടുത്ത് വച്ചിരിക്കുക. ഒരു കോമ്പ് എടുത്ത് വച്ചിരിക്കുക. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഗ്രിപ്പുള്ള, മസ്റ്റായിട്ട് ഗ്രിപ്പുള്ള സ്ലിപ്പേഴ്സ് മേടിച്ച് വെച്ചിരിക്കുക. മെറ്റേണിറ്റി പാഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെറ്റേണിറ്റി പാഡ് മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി എൻ്റെ ഡെലിവറിക്ക് പോയ ടൈമിൽ മെറ്റേണിറ്റി പാഡൊക്കെ ലാർജ്, അത്യാവശ്യം വലിയ സൈസുള്ള മെറ്റേണിറ്റി പാഡൊക്കെ മേടിച്ച് വെച്ചാണ്. പക്ഷേ അത് ഒരു കവറ് ഞാൻ യൂസ് ചെയ്തില്ല. കാരണം മേടിച്ച് വച്ചതുകൊണ്ട് പിന്നെ യൂസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു സാഹചര്യമായി. മെറ്റേണിറ്റി പാഡ് അത്യാവശ്യം ഇപ്പോൾ ഓവറായിട്ട് ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ്ങിനെയൊക്കെ പിടിച്ചു വയ്ക്കാൻ സഹായിക്കും. പക്ഷേ നോർമൽ ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്കവിടെ സ്റ്റിച്ചും പെയിനൊക്കെ ഉണ്ടാകും. നമുക്ക് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. മെയിനായിട്ട് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെയാണ് നമ്മൾ ചട്ടം ഒന്ന് ഉറപ്പിച്ച് വെച്ച് ഇരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ മെറ്റേണിറ്റി പാഡൊക്കെ യൂസ് ചെയ്യും, വലിയ സൈസിലുള്ള മെറ്റേണിറ്റി പാഡ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അത് നമ്മുടെ ഈ സ്റ്റിച്ചിലൊക്കെ കയറി കൊണ്ട് നമുക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റേണിറ്റി പാഡ് നിങ്ങൾ മേടിക്കാതെ സാധാ പാഡ് തന്നെ വിസ്പറിൻ്റെയോ ഏതെങ്കിലും നല്ല ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെ നോർമൽ പാഡ് മേടിച്ച് XXL സൈസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള പാഡ് മേടിച്ച് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ തുണി ഉപയോഗിക്കുകയും ചെയ്യരുത്. ചില അമ്മച്ചിമാരൊക്കെ പറയും തുണിയൊക്കെ വെച്ചാൽ മതി, ഒരു 5-6 കഴുകിയൊക്കെ കൊണ്ട് വെച്ചാൽ മതി. നിങ്ങൾ ഒരു കാരണവശാലും തുണി വയ്ക്കരുത്. പഴയ ആൾക്കാർക്ക് അവർ പറയുന്ന അത്രയും അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവർ പറയുന്നത്. നമ്മൾ തുണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ ഒരൊറ്റ കാര്യം തന്നെ മതി. തുണി വയ്ക്കാൻ നിങ്ങൾ ഇതുപോലെ പാഡ് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അലയ്ക്ക് 1-2 മുണ്ടുകൾ നിങ്ങളടുത്ത് വച്ചിരിക്കുക. ഡെലിവറി ടൈമിൽ ലേബർ റൂമിൽ നിന്ന് ചോദിക്കും, അലയ്ക്ക് 1-2 തുണി ചോദിക്കും. അതുപോലെ തന്നെ 2-3 നോർമൽ ടവലുകൾ, തുണിയുടെ നോർമൽ ടവലുകൾ കരുതി വെച്ചിരിക്കുക. നിങ്ങൾക്ക് കുളിക്കാനും മുഖം തുടയ്ക്കാനൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് എടുത്ത് വച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്ലാസ്ക് ഒരു 2 ഫ്ലാസ്ക് മസ്റ്റാണ്. കാര്യം ഒരു ഫ്ലാസ്കിൽ നിങ്ങൾക്ക് ചായയും ചൂടുവെള്ളമൊക്കെ മേടിക്കാനായിട്ട്. പിന്നെ അടുത്ത ഫ്ലാസ്ക് എന്ന് പറയുന്നത് ഡെലിവറി കഴിയുമ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ അവർ ഈ വജൈനൽ ഏരിയയിലൊക്കെ ചൂട് ആവി പിടിക്കാനായിട്ട് പറയും. അപ്പോൾ ചില ഹോസ്പിറ്റലിലൊക്കെ ഹീറ്റർ കാണണമെന്നില്ല. പിന്നെ ചില ഹോസ്പിറ്റലുകളിൽ ഹീറ്റർ ഉണ്ടായിരിക്കും, പക്ഷേ എപ്പോഴും അതിൽ വെള്ളം അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ രാത്രിക്ക് ഇപ്പോൾ 10 മണിക്കൊക്കെ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ക്യാൻറ്റീൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ടാണ് ഫ്ലാസ്ക് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു 3-4 തവണയൊക്കെ, ചിലപ്പോൾ അതിൽ കൂടുതൽ തവണ ചൂട് പിടിക്കേണ്ട സാഹചര്യങ്ങൾ വരും. കാര്യം പെയിൻ, നമുക്കിത് പിടിച്ചാലേ നമുക്ക് പെയിൻ മാറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം എക്സ്ട്രാ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ടവല് 3-4 ടവല് കരുതാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഒരു ടവല് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അതായത് ആവി പിടിക്കാനായിട്ട്, ആ ചൂട് ആവി പിടിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുക. ഒരു ചെറിയൊരു ചരുവം കൂടി എടുത്ത് വച്ചിരിക്കുക.
പിന്നെ 1-2 സ്പൂണ്, പിന്നെ 2 ഗ്ലാസ് നിങ്ങൾക്ക് ചായയൊക്കെ ഒഴിച്ച് കുടിക്കാൻ 1-2 ഗ്ലാസ് പാത്രം വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലായിട്ട് ഒരു പാത്രം എടുത്ത് വച്ചിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ പാത്രങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അങ്ങനത്തെ മേടിച്ചാലും മതി. ക്യാൻറ്റീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പാത്രമൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾ ഈ ബക്കറ്റും കപ്പും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാര്യം ഹോസ്പിറ്റലിൽ തന്നെ കാണും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബക്കറ്റും കപ്പും ചോറ്റുപാത്രമൊക്കെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റി അനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് 1-2 കരുതി വെച്ചേക്കുക, ബെഡിൽ വിരിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതയ്ക്കാനൊക്കെ ആയിട്ട് 1-2 ബെഡ്ഷീറ്റൊക്കെ കരുതി വെച്ചേക്കുക. പ്ലാസ്റ്റിക് മാറ്റ് കരുതി വെച്ചേക്കുക, കാര്യം ഡെലിവറി കഴിഞ്ഞ ദിവസമൊക്കെ ബ്ലീഡിംഗ് ഒക്കെ തോനെയുണ്ടെന്നുണ്ടെങ്കിൽ ബെഡിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം കരുതി വെച്ചാൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ബേബിക്കുള്ള ആവശ്യമായിട്ടൊക്കെ ചേഞ്ചിങ് മാറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കരുതി വെച്ചേക്കുക. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള കവറൊക്കെ കരുതി വെച്ചേക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ സൗകര്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വച്ചിട്ട് വേസ്റ്റ് കളയുന്ന സമയമാകുമ്പോൾ കൊണ്ട് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ അത് ഓപ്ഷണലാണ്, അതൊക്കെ എടുത്ത് കരുതി വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ന്യൂസ് പേപ്പേഴ്സോ 1-2 ചെറിയ കിറ്റുകളോ കാര്യങ്ങളൊക്കെ ഒന്ന് വച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കത്രിക വേണം കേട്ടോ, കാര്യം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ കീറാനോ മുറിക്കാനോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, തുണി എന്തെങ്കിലുമൊക്കെ കീറാനോ മുറിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്രിക എടുത്ത് വച്ചിരിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അമ്മയ്ക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത്. ഇതൊക്കെ അഫോർഡബിൾ ആണ്, നമ്മുടെ എക്കണോമിക്കലി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനി ബേബിക്കുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ബേബിക്കുള്ള സാധനങ്ങളിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബേബിയുടെ മൊസ്കിറ്റോ ബെഡാണ്. ഹോസ്പിറ്റലിലും കൊണ്ടുപോവുക ഡെലിവറിക്ക് പോകുമ്പോൾ, വീട്ടിൽ വന്നാലും കുഞ്ഞിന് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ ഒരു മൊസ്കിറ്റോ ബെഡ് എടുത്ത് വച്ചിരിക്കുക. പിന്നെ ബേബിയെ റിസീവ് ചെയ്യേണ്ട റിസീവിങ് ടവല് കരുതി വെച്ചേക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു 3-4 ബേബിയെ റാപ്പ് ചെയ്യാനായിട്ടുള്ള റാപ്പിംഗ് ടവൽസ് കിട്ടും. അപ്പോൾ അത് നോക്കി റാപ്പിംഗ് ടവലുകൾ മേടിച്ച് വെച്ചിരിക്കുക. പിന്നെ ബേബി ഡൈപ്പർ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബേബിക്ക് റാഷസ് ഉണ്ടാവോ ഇല്ലയോ എന്ന് ബേബിക്ക് ഡൈപ്പർ വെച്ചതിന് ശേഷം മാത്രമേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾ വലിയ 10-80 എണ്ണം ഒന്നും ഉള്ള വലിയ പാക്ക് മേടിക്കാതെ 10-12 ഒക്കെ കിട്ടുന്ന ചെറിയ പാക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫെമിലർ ആയിട്ടുള്ള കമ്പനി ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിക്കുക. അറിഞ്ഞൂടാത്ത ചാത്തൻ കമ്പനികളൊന്നും മേടിച്ച് പണി മേടിക്കാതിരിക്കുക. അപ്പോൾ ബേബിക്ക് റാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യണ്ടല്ലോ. ബേബിക്ക് നാപ്പീസ് ആണ് മേടിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാപ്പീസിൻ്റെ പാഡ് കിട്ടും, അത് മേടിക്കാമെങ്കിൽ മാത്രമേ നാപ്പീസ് മേടിക്കാവൂ. കാര്യം പലരും ബേബിക്ക് തുണിയൊക്കെ, എനിക്കിപ്പോഴും അറിഞ്ഞൂടാത്ത കാര്യം, ബേബിക്ക് ഈ കീറി അലക്കിയ തുണികളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞിന് റാഷ് ഉണ്ടാവാനൊക്കെ ഭയങ്കരമായിട്ടും കാരണമാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ തുണി ഇപ്പം നമ്മൾ ഡിസ്പോസ് കളയുകയാണെങ്കിൽ കുഴപ്പമില്ല. കഴുകി യൂസ് ചെയ്യുമ്പോൾ, ജനിച്ച കുഞ്ഞാണ്, അവർക്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം നല്ല ഏതെങ്കിലും കമ്പനികളുടെ തന്നെ ക്ലോത്ത് ഡൈപ്പേഴ്സ്, നല്ല കമ്പനികളുടെ ക്ലോത്ത് ഡൈപ്പേഴ്സ് മേടിച്ച് വെക്കുക. അത് 2 മണിക്കൂറൊക്കെ കൂടുമ്പോൾ അവർക്ക് മാറ്റി വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. വൈപ്സ് വെറ്റ് വൈപ്സ്, വാട്ടർ കണ്ടൻ്റുള്ള വൈപ്സ് നോക്കി മേടിക്കുക. അത്യാവശ്യം നല്ല കമ്പനിയുടെയൊക്കെ നോക്കി മേടിക്കുക. പിന്നെ ബേബി ഫേസ് ടവൽസ് അത്യാവശ്യമാണ് കേട്ടോ, കാര്യം കുഞ്ഞ് എപ്പോഴും കമട്ട എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ, കുഞ്ഞിൻ്റെ മുഖമൊക്കെ തുടയ്ക്കാനും എടുക്കാനൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു 1-2 പാക്കറ്റ്, അതായത് ഒരു 10-12 എണ്ണമൊക്കെ അടങ്ങുന്ന ബേബി ഫേസ് വൈപ്സ് മേടിച്ച് വെച്ചേക്കുക. വാട്ടർ കണ്ടൻ്റ് ഉള്ള ചെറിയ പാക്കറ്റ് വൈപ്സ് ഒക്കെ കിട്ടുമല്ലോ, അതുമൊക്കെ 1-2 ഒക്കെ കരുതി വെച്ചേക്കുക. പിന്നെ ബേബിക്ക് വേണ്ടുന്ന ജബല, അതായത് പള്ള ഉടുപ്പ് ഒരു 2-3 ഒക്കെ പാക്കറ്റ്, അതായത് 6 പീസോ 8 പീസോ ഒക്കെ അടങ്ങുന്ന പാക്കറ്റുകൾ കിട്ടുമല്ലോ, നേരത്തെ കൂട്ടിയൊക്കെ മേടിച്ച് കഴുകി വെച്ചേക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, പഴയ ആൾക്കാരൊക്കെ പറയും, അവർ പഴയ ആൾക്കാരായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കുഞ്ഞിനെ നേരത്തെ കൂട്ടിയൊന്നും മേടിച്ച് വച്ചുകൂടാ, 5-ാം മാസത്തിൽ 6-ാം മാസത്തിൽ 7-ാം മാസത്തിലൊന്നും മേടിച്ച് വച്ചുകൂടാ. അങ്ങനെ മേടിച്ച കുഞ്ഞിറങ്ങി ഓടത്തേന്നുമില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ക്യാരി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞ് അവിടെ ഇരുന്നോളൂ. ഡ്രസ്സ് മേടിച്ചതിൻ്റെ പേരിലൊന്നും ഇതുവരെയും ചരിത്രത്തിൽ ആരുടെയും ഗർഭം ഇറങ്ങിപ്പോയിട്ടില്ല, കുഞ്ഞും അബോട്ടായി പോയിട്ടില്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്.
അങ്ങനെയുള്ള തെറ്റായ ചിന്തകളിലോട്ട് പോകാതെ നിങ്ങൾ നേരത്തെ ഒരു സാധനം പർച്ചേസ് ചെയ്ത് വെക്കുക. കാര്യം ആഫ്റ്റർ ഡെലിവറിയാണ് സാധനങ്ങൾ ഓരോന്നും മേടിക്കാൻ ഓടുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം അമ്മയ്ക്കും കൂടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോൾ അമ്മയ്ക്ക് വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ പോയി നേരത്തെ കൂട്ടി കുഞ്ഞിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് വാഷ് ചെയ്തൊക്കെ വയ്ക്കുക. നേരത്തെ കൂട്ടി മേടിച്ച് വയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് മേടിക്കാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ പൊട്ടിച്ച് പെട്ടെന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അതൊക്കെ സ്കിന്നിൽ അലർജൻ ആവോ, ഇനി എത്രത്തോളം കൂടിയ കമ്പനി എന്ന് പറഞ്ഞാൽ ശരി കുഞ്ഞിന് അത് അലർജി ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ബേബിക്ക് യൂസ് ചെയ്യുമ്പോൾ അത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കുഞ്ഞിന് നല്ലതെന്ന് പറഞ്ഞത്, അവരുടെ സ്കിന്നിന് നല്ലതെന്ന് പറയുന്നത് അതാണ്. ഞാൻ എൻ്റെ ബേബിക്കൊക്കെ എല്ലാം നേരത്തെ കൂട്ടി മേടിച്ച് വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അവനൊന്നും പറഞ്ഞ് നേരത്തെ കൂട്ടി മേടിച്ചെന്ന് വെച്ച് എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ തെറ്റായ ധാരണകളൊക്കെ എടുത്ത് കളയുക. ഇപ്പം മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ കഴുകിയിടാനൊക്കെ വലിയ പാടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയിലത്തൊന്നും ഇടാൻ പറ്റുന്നില്ല എന്നൊന്നും വിഷമിച്ചിരിക്കേണ്ട. ഒന്നിൽ ഷീറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇട്ട് നല്ല രീതിക്ക് ഉണക്കി എടുക്കുക. അങ്ങനെയുള്ള ഫെസിലിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ അകത്ത് തന്നെ ഇട്ട്, വീടിൻ്റെ അകത്ത് തന്നെ ഫുൾ സ്പീഡിൽ ഫാനൊക്കെ ഇട്ടിട്ട് 1-2 ദിവസമൊക്കെ എടുത്തിട്ടാണെങ്കിലും നല്ലപോലെ ഉണക്കി എടുത്തതിന് ശേഷം മാത്രം അതൊക്കെ മടക്കി വെക്കുക. ഞങ്ങളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ, കുഞ്ഞ് വരുന്നതിന് മുന്നേ നല്ല മഴ സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അകത്ത് ഇട്ടാണ് ഉണക്കിയെടുത്തതൊക്കെ. നല്ല ഫാനൊക്കെ ഇട്ട് ഉണക്കിയിട്ട് അത് തേച്ചൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മടക്കിയൊക്കെ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ എന്തെങ്കിലും ചെറിയ എളുപ്പത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും പോവുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബേബി ഡിറ്റർജൻ്റൊക്കെ മേടിച്ചാണ് വാഷ് ചെയ്തത്. നമുക്കൊക്കെ യൂസ് ചെയ്യുന്ന കണക്ക് തുണി കഴുകുന്ന സോപ്പിട്ടൊന്നും ബേബിയുടെ ഡ്രസ്സുകളൊന്നും ആദ്യം കഴുകരുത്. അതുപോലും കുഞ്ഞിന് ചിലപ്പോൾ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ബേബി ഡിറ്റർജൻറ്റ് തന്നെ മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊന്നും വലിയ പൈസയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബേബി സോപ്പ് വെച്ച് വാഷ് ചെയ്താലും മതിയാവും. ഫുൾ കവറിങ് ഡ്രസ്സ്, ബേബിക്കുള്ള ഫുൾ കവറിങ് ഡ്രസ്സ് മേടിച്ച് വയ്ക്കുക. അത് ചെറിയ സൈസ്, ന്യൂബോൺ സൈസ്, ചെറിയ സൈസ് കിട്ടും. ഫുൾ കവറിങ് ഡ്രസ്സ് വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനിച്ച ഉടനെ അവർക്ക് ടെമ്പറേച്ചറുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വരാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഫുൾ കവറിങ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് കംഫർട്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ബേബിയെ എപ്പോഴും ജനിച്ച ഉടനെ നമ്മൾ നല്ല രീതിക്ക് അവരെ റാപ്പ് ചെയ്ത് കിടത്തണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ കവറിങ് ഡ്രസ്സ് മസ്റ്റായിട്ട് മേടിച്ച് വെച്ചിരിക്കുക. ആദ്യത്തെ 1-2 ദിവസമൊക്കെ നിങ്ങൾക്ക് പള്ള ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഇപ്പം നൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമാണെങ്കിലും നൈറ്റൊക്കെ ആണെങ്കിൽ ഫുൾ കവറിങ് ഡ്രസ്സായിരിക്കും കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ കവറിങ് ഡ്രസ്സ് മേടിച്ച് വയ്ക്കുക. പള്ള ഉടുപ്പിട്ടാലും നിങ്ങൾ കുഞ്ഞിനുള്ള കയ്യിലും കാലിലും ഇടുന്ന സോക്സുകളൊക്കെ ഇട്ട് കൊടുക്കുക. തലയിൽ ക്യാപ്പ് വെച്ച് കൊടുക്കുക. അതുമൊക്കെ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ. കുഞ്ഞിനുള്ള എല്ലാ സാധനങ്ങളും വാഷ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ അതൊക്കെ മേടിച്ച് വയ്ക്കുക. പിന്നെ ബേബിക്ക് ഒരു 5-6 പാക്കറ്റ് സോക്സും മിട്ടൻസും ഒക്കെ മേടിച്ച് വയ്ക്കുക. തൊപ്പിയൊക്കെ മേടിച്ച് വയ്ക്കുക. പിന്നെ കുഞ്ഞിന് ആദ്യമായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ ഗോകർണം മേടിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഗോകർണം മറക്കാതെ ഗോകർണം ഒരെണ്ണം എടുത്ത് വച്ചേക്കുക. ചെറിയ ഒരു കിണ്ണം, ഗോകർണം കീപ്പ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ചെറിയൊരു കിണ്ണം എടുത്ത് വയ്ക്കുക. പിന്നെ ഡെലിവറി കഴിയുമ്പോൾ നേരത്തെ കൂട്ടിയൊക്കെയാണ് ഡെലിവറി എങ്കിൽ കുഞ്ഞിനെ NICUയിൽ വയ്ക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മിൽക്കൊക്കെ സ്റ്റോർ ചെയ്ത് കൊണ്ടു കൊടുക്കാനാണ് ചെറിയ ഒരു സ്റ്റീൽ കിണ്ണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരെണ്ണം എടുത്ത് വച്ചിരിക്കുക. ഈ ബ്രസ്റ്റ് പമ്പൊക്കെ നേരത്തെ കൂട്ടി മേടിച്ച് വയ്ക്കണ്ട കേട്ടോ. കാര്യം ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞ് നന്നായിട്ട് സക്ക് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ വീട്ടിലൊക്കെ വന്നതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ഫ്രം ഹോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ എക്സസീവ് ആയിട്ടുള്ള പാല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പം ബ്രസ്റ്റ് പമ്പ് ഇൻ കേസ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പറയുക ബ്രസ്റ്റ് പമ്പ് വേണം, കുഞ്ഞ് NICUയിലാണ്, അപ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റ് പമ്പിൽ കൊടുക്കുക. അല്ലെങ്കിൽ കുഞ്ഞിന് സക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ബ്രസ്റ്റ് പമ്പിലൊക്കെ പിഴിഞ്ഞെടുക്കേണ്ടി വരും. അപ്പം അതിൽ പിഴിഞ്ഞെടുക്കുക ഹോസ്പിറ്റലിൽ തന്നെ കാണും, മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മേടിച്ചാൽ മതിയാവും. നേരത്തെ കൂട്ടിയൊന്നും മേടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. നേരത്തെ കൂട്ടി സ്റ്റെറിലൈസറോ ഒന്നും മേടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിന് ആദ്യത്തെ ഒരു 1 മന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊക്കെ മേടിച്ച് വെച്ചാൽ മതിയാവും.
മുന്നോട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ടൊക്കെ നിങ്ങൾ മേടിച്ച് വെച്ചാൽ മതിയാവും. ബേബിക്ക് യൂറിൻ മാറ്റ് ഒരു 1-2 യൂറിൻ മാറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുക. ഒരു ചേഞ്ചിങ് മാറ്റ് എടുത്ത് വെച്ചിരിക്കുക. പിന്നെ മൊസ്കിറ്റോ ബെഡ് മേടിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലത് നോക്കി തന്നെ മറ്റേ കൂടാരം പോലത്തെ നെറ്റ് കിട്ടുമല്ലോ, നെറ്റ് മാത്രമായിട്ടുള്ള അത് മേടിച്ച് വെച്ചാലും മതി. പിന്നെ കിടത്താനായിട്ട് അത്യാവശ്യം കട്ടിയുള്ള ഒരു ടവല് മേടിച്ച് വയ്ക്കണം. ഞാൻ ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു ടവല് റിസീവിങ് ടവലായിട്ട് മേടിച്ച് വച്ചിരുന്നു. പക്ഷേ റിസീവിങ് ടൈമിലല്ല യൂസ് ചെയ്തത്. അത് കുഞ്ഞിനെ എപ്പോഴും അതിൽ കിടത്തിക്കൊണ്ട് വരാനും ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെ ഭയങ്കര കംഫർട്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമൊക്കെ ഞാൻ മൊസ്കിറ്റോ ബെഡിൻ്റെ അകത്തുമൊക്കെ അത് വിരിച്ചിട്ട് കിടത്തുമായിരുന്നു. നല്ല ഉറക്കം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് മേടിച്ച് വെച്ചിരിക്കാം. ഞാൻ മേടിച്ച സാധനം ഞാൻ ഇട്ടേക്കാം, അതിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ടിരിക്കാം. അങ്ങനെയൊക്കെയുള്ളത് മേടിച്ച് വയ്ക്കുക. പിന്നെ ബേബി ക്യാരിങ് ബാഗ്, ഇപ്പോൾ എല്ലാവരും ബേബി ക്യാരിങ് ബാഗ് മേടിച്ച് വയ്ക്കാറുണ്ട്. ഞാനും മേടിച്ച് വച്ചിരുന്നു. അപ്പോൾ ബേബി ക്യാരിങ് ബാഗ് ഓപ്ഷണലാണ്. അത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെക്കുക. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ് ബേബി ക്യാരിങ് ബാഗ് മേടിച്ച് വയ്ക്കുക. ഈ ബേബി ക്യാരിങ് ബാഗ്, മൊസ്കിറ്റോ ബെഡ് എല്ലാം കൂടെ കിട്ടുന്ന സെറ്റായിട്ടുള്ളതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒന്നും മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം അതെല്ലാം കൂടി 1000 രൂപയ്ക്ക് കിട്ടുന്ന പല സാധനങ്ങൾ പല ഇതും ഉണ്ട്. അങ്ങനത്തെ ഒന്നും മേടിക്കരുത്. കാര്യം അതൊന്നും നല്ല മെറ്റീരിയൽ ആവണമെന്നില്ല. കുഞ്ഞിന് ചിലപ്പോൾ തുമ്മലൊക്കെ ഒരുപാടുണ്ടാവും അതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ. കാര്യം ഇതിൻ്റെയൊക്കെ നൂലൊക്കെ പെട്ടെന്ന് ഇളവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒന്നും മേടിക്കരുത്. പൈസ ലാഭിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയുള്ളതൊന്നും മേടിക്കാതിരിക്കുക. ലാഭിക്കത്തില്ല, നഷ്ടമേ വരത്തുള്ളൂ. അങ്ങനെയുള്ളതൊന്നും മേടിക്കാതിരിക്കുക. ആദ്യത്തെ 2-3 ദിവസം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും, തിരിച്ച് മടക്കി കയറ്റേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലത് മേടിച്ച് വയ്ക്കുക. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സ് നിങ്ങൾ എടുത്ത് വച്ചിരിക്കുക കേട്ടോ. നേരത്തെ ന്യൂസ് പേപ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞിടയ്ക്ക് തന്നെ ടിഷ്യൂ പേപ്പേഴ്സൊക്കെ എടുത്ത് വച്ചിരിക്കുക. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമല്ലോ, എന്തെങ്കിലും തുടയ്ക്കാനോ എടുക്കാനോ ഒക്കെ വരുമല്ലോ. അപ്പോൾ അതിന് ടിഷ്യൂ പേപ്പറൊക്കെ ബോക്സ് ആയിട്ടുള്ള കിട്ടും. അതൊക്കെ 1-2 ഒക്കെ കരുതി വെച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ബേബി പ്രോഡക്ട്സുകൾ, അതായത് ബേബിയുടെ ക്രീമുകൾ, കാര്യങ്ങൾ, അതൊന്നും ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഡെലിവറി കഴിഞ്ഞ ഉടനെയൊന്നും ബേബിക്ക് ക്രീമുകളോ പൗഡറോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിൽ യൂസ് ചെയ്യേണ്ട. വീട്ടിലൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ബേബിയുടെ ഫസ്റ്റ് ബാത്തിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ബേബിക്ക് എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇന്ന സാധനങ്ങളും കൂടി അഡീഷണൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത് വച്ചിരിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഓപ്ഷണലായിട്ടുള്ള സാധനങ്ങളും, അതായത് ഇപ്പോൾ മൊസ്കിറ്റോ ബെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കൂടാരം പോലെ തന്നെ നെറ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്ഷണലായിട്ടുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം നോട്ടിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. 30 വീക്സൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാനും 32 വീക്കിലൊക്കെയാണ് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചത്. 30 വീക്സ് കഴിയുമ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും മേ ബി ചിലപ്പോൾ പ്രീ ടേം ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ സാധനങ്ങളൊക്കെ 30 വീക്സ് ആകുമ്പോൾ തന്നെ എടുത്ത് വച്ചിരിക്കുക. ടൈം ആകുമ്പോൾ കിടന്ന ബുദ്ധിമുട്ടാതെ എല്ലാം എടുത്ത് വച്ചിരിക്കുക. പിന്നെ നിങ്ങൾ മരുന്നുകൾ, അതായത് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാൽസ്യം, അയൺ, ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സുകളൊക്കെ, അല്ലെങ്കിൽ ഷുഗറിൻ്റെ മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വച്ചിരിക്കുക. ആ ടൈമിൽ പോകാൻ ടൈം ആകുമ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ആകുമ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതിയാവും. അപ്പോൾ എല്ലാമൊക്കെ കൊണ്ട് നല്ല സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുക. എല്ലാം വാഷ് ചെയ്തിട്ട് മാത്രം വയ്ക്കുക. ഇതിലൊന്നും ഒരു ഉപേക്ഷ വിചാരിക്കരുത്, ഇതൊക്കെ മതിയാവും, അത് മതിയാവും. ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ബേബിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, എല്ലാം പുതിയ പ്രോഡക്റ്റുകളായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ അമ്മയെ സംബന്ധിച്ച് അമ്മ യൂസ് ചെയ്യാനുള്ള അമ്മയുടെ നൈറ്റി കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്താലും മതി ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഫീഡിങ് പില്ലോ അത് ഓപ്ഷണലാണ്. ഫീഡിങ് പില്ലോ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓപ്ഷണലാണ് ഫീഡിങ് പില്ലോ എന്ന് പറയുന്നത്. അത് തന്നെ അത്യാവശ്യം പല റേഞ്ചിനുള്ള ഫീഡിങ് പില്ലോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡെലിവറി, നോർമൽ ഡെലിവറി തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഡെലിവറിയൊക്കെ ചെയ്തിട്ടൊക്കെ വരിക. ഇത്രയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുക. 1-2 ബാഗ്, അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്, വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരേക്കും സ്റ്റേ ട്യൂൺഡ്. ലവ് യു ഓൾ.